ഓം നമോ നാരായണായ. നമസ്കാരം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകം രാമായണ കഥ, അതിലെ 2-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീരാമാവതാരമാണ് നമ്മൾ കണ്ടത്. കുമാരന്മാർ വളർന്ന് ബാല്യകാലം കഴിഞ്ഞ് കൗമാരത്തിലെത്തി. അങ്ങനെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം സിദ്ധാശ്രമത്തിലേക്ക് പോകുന്നതും വഴിക്ക് വെച്ച് താടകയെ നിഗ്രഹിക്കുന്നതുമാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വിവരിച്ചിരിക്കുന്നത്. കോദണ്ഡി കൗശികസ്യ ക്രതുപരമവിതും ലക്ഷ്മണേന അനുയാതോ യാതഃ അഭൂഹു താതവാച യാദോ ഭൂസ്താതവാച മുനികഥിതമനു ദ്വന്ദ്വശാന്താധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈർമുനിവചന ബലാദ് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദ് അസ്ത്രജാലം മുനിവനം അഗമഃ മുനിവനമഗമോ ദേവാ സിദ്ധാശ്രമാഖ്യം. അലയോ ഭഗവാനെ, അങ്ങ് അച്ഛൻ്റെ അനുമതിയോടെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായി വില്ലുമെടുത്ത് ലക്ഷ്മണനോടുകൂടി പുറപ്പെട്ടു. വഴിക്ക് വെച്ച് വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു തന്ന മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് വിശപ്പോ ദാഹമോ ഒന്നും തന്നെ ഉണ്ടായില്ല. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം താടക എന്ന രാക്ഷസിയെ ശരങ്ങൾ കൊണ്ട് നിഗ്രഹിച്ചു. സന്തോഷവാനായ വിശ്വാമിത്ര മഹർഷി ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ സിദ്ധാശ്രമം എന്ന വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിൽ അവർ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കുമാരന്മാർ ബാല്യകാലം കഴിഞ്ഞ് വളർന്ന് കൗമാരത്തിലെത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. തൻ്റെ യാഗങ്ങളെല്ലാം മാരീചൻ മുതലായ രാക്ഷസന്മാർ മുടക്കുകയാണെന്നും തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം പറഞ്ഞയക്കണമെന്നാണ് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടത്. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് പുത്രവാത്സല്യത്താൽ രാമലക്ഷ്മണന്മാരെ പറഞ്ഞയക്കുന്നതിന് വിസമ്മതിച്ചു. രാമലക്ഷ്മണന്മാർ ആരാണെന്ന് ശരിക്കും അറിയാവുന്ന കുലഗുരുവായ വസിഷ്ഠ മഹർഷി അവർ ആരാണെന്നുള്ള സത്യം ദശരഥ മഹാരാജാവിന് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയോട് കൂടെ പറഞ്ഞയക്കുന്നു. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിക്ക് വെച്ച് അവർക്ക് ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് രാമലക്ഷ്മണന്മാർക്ക് വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യാത്രാക്ലേശമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ നടന്നു പോകവേ ഭയങ്കരമായ അലർച്ചയോടെ താടക എന്ന രാക്ഷസി അവരുടെ കൺമുന്നിൽ കാണപ്പെട്ടു. ഭയങ്കരയായ താടകയെ നിഗ്രഹിക്കാൻ രാമൻ ഒന്ന് മടിച്ചു. സ്ത്രീയാണല്ലോ. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, മനുഷ്യനാശത്തിന് കാരണക്കാരായവർ ആര് തന്നെയായാലും, അവർ ഒരു സ്ത്രീ ആയാലും മനുഷ്യരക്ഷയ്ക്കായി അവരെ നിഗ്രഹിക്കുന്നതിൽ പാപമില്ല. ഇപ്രകാരം മഹർഷി പറഞ്ഞതനുസരിച്ച് രാമൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് താടകയെ നിഗ്രഹിച്ചു. സന്തോഷവാനായ വിശ്വാമിത്ര മഹർഷി ദിവ്യാസ്ത്രങ്ങളെല്ലാം രാമന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ വലിയൊരു ശത്രു സംഹാരമെല്ലാം ചെയ്തുകൊണ്ടാണ് രാമൻ മുന്നോട്ടു പോകുന്നത്. അങ്ങനെ സിദ്ധാശ്രമം എന്ന വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിൽ അവർ എത്തിച്ചേർന്നു. കോദണ്ഡി കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാദോ ഭൂസ്താതവാച മുനികഥിതമനു ദ്വന്ദ്വശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാദ് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം.